നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. SCERTയുടെ നാളെ നടക്കുന്ന 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദി എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു റിവിഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും പ്രൊഫൈൽ നന്നായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ അവിടെ പ്രൊഫൈൽ എഴുതേണ്ടത് നാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര്, കക്ഷ ചഹ്, സ്കൂൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, ജില്ല തിരുവനന്തപുരം. അപ്പോൾ ഇത് എഴുതാൻ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ വരുന്നത് നീലി ചീടയുടെ കവിത നന്നായിട്ട് വായിച്ചു വയ്ക്കുക. ഏതെങ്കിലും 4 വരി ചോദിക്കും. പിന്നെ ഓർഡർ തെറ്റിച്ച് തരികയോ അല്ലെങ്കിൽ അതിൻ്റെ ആശയം എഴുതാനൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ വരുന്നത് ഇവിടെ കുറച്ച് അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഛഡ് ജൽദി, പങ്ക് പർ, പുനകി ഡാലി, പക്ഷി ചിടിയ, ചിടിയുടെ വെള്ളയുടേതാണ്, ചിടിയ. അടുത്ത നിരാലി, അനോഖ, ആകാശ്, ആസ്മാന്. അപ്പോൾ അതൊക്കെ ചോദിക്കാം. പിന്നെ വരുന്നത് വാലി വെച്ച് വരുന്ന വാക്കുകൾ. ഉടിനെ വാലി, ഗാനെ വാലി, ജാനെ വാലി, ഖാനെ വാലി, ഉടിനെ ഗാനെ വാലി, ഉടുത്തെ ഗാനെ വാലി, ആനെ വാലി, പീനെ വാലി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കണ്ടെത്തുക. ഓക്കെ. പിന്നെ വരുന്നത് നിങ്ങളുടെ ടെസ്റ്റിൽ വരുന്ന 17ാമത്തെ പേജിൽ കവിത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കവിത എഴുതാൻ ചോദിക്കും. നീലേ ആസ്മാൻ സേ ഉത്തരി, നീലി ഏക് നിരാലി ചിടിയ, ഗാത്തി ഉടിനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. അതേപോലെ കോസല ബനാനെ വാലി ചിടിയ, പാനി പീനെ വാലി ചിടിയ, ബാരിഷ് മേ ഫിഗിനെ വാലി ചിടിയ, പ്യാർ കർനെ വാലി ചിടിയ. പിന്നെ വരുന്നത് പോസ്റ്റാണ്. രാഷ്ട്രീയ പക്ഷി ദിവസ് 5 ജൂൺ, പഞ്ചി ആയെ പ്യാസ് ബുജായെ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. പിന്നെ വരുന്ന രൂരുവിൻ്റെ ചാപ്റ്ററാണ്. രൂരുവിൻ്റെ കോൺവെർസേഷൻ എന്തായാലും വരും. ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് കോൺവെർസേഷനൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇവിടെ മേരാ കോൺസല ബിഖർ ഗയാ ഹേ. അപ്പോൾ പക്ഷി പറയുന്നതാണ്, എൻ്റെ കൂടെല്ലാം നഷ്ടപ്പെട്ടു. മേരാ കോയി ദോസ്ത് നഹി ഹേ. അപ്പോൾ കങ്കാരുവിൻ്റെ കുഞ്ഞ് പറയാം, മേരാ കോയി ദോസ്ത് നഹി ഹേ, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. അപ്പോൾ അമ്മ പറയാണ്, പുറത്തു പോയി നീ സുഹൃത്തിനെ കണ്ടെത്തുക. അപ്പോൾ ഇതിലുള്ളതൊക്കെ ചോദിക്കാം. പിന്നെ വരുന്ന ഇവരുടെ കുഞ്ഞുങ്ങൾ, അതായത് കങ്കാരുവിൻ്റെ കുഞ്ഞിനെ പറയുന്നത് എന്താണ്? കങ്കാരുവിൻ്റെ കുഞ്ഞിനെ പറയുന്നത് ജോയിസ്, കുത്ത പില്ല, ബില്ലി ബിലൗട്ട, മുർഗ ചൂച്ച. അപ്പോൾ അത് പഠിച്ചു കേട്ടോ. പിന്നെ വരുന്നത് രൂരുവിൻ്റെ ക്രമത്തിൽ എഴുതാനുള്ളത്. രൂരു ഏക്ക് കങ്കാരു ക ബച്ചാത്ത. രൂരു എന്ന് പറയുന്നത് ഒരു കങ്കാരുവിൻ്റെ കുഞ്ഞാണ്. രൂരു ക കോയി ദോസ് നഹി താ. രൂരുവിന് സുഹൃത്തുക്കളൊന്നും ഇല്ലായിരുന്നു. രൂരു അമ്മി കി ജേബ് സെ സിർ നിഖാൽന. രൂരു എന്ത് ചെയ്തു? അമ്മയുടെ ജേബ്, അവിടെ വലിയ സഞ്ചി ഉണ്ടല്ലേ, ആ സഞ്ചിയിൽ നിന്ന് തലയിട്ട് നോക്കുന്നു. രൂരു ചിടിയാക്കി പീച്ച് ചൽപ്പട. രൂരു എന്ത് ചെയ്തു? കുഞ്ഞിൻ്റെ പിറകെ പോയി. കുഞ്ഞിൻ്റെ ചിടിയുടെ പിറകെ പോയി. ബച്ചെ സമീൻ പർ ബേഹാൽ പടയത്തെ. കുഞ്ഞുങ്ങൾ അവിടെ തറയിൽ കിടക്കുകയായിരുന്നു. അമ്മീനെ ചിടിയാക്കി ബച്ചേക്കോ ജേബ് മേ രഖിലിയ. അമ്മ എന്ത് ചെയ്തു? ചിടിയുടെ കുഞ്ഞിനെ പോക്കറ്റിലിട്ടു, അതായത് സഞ്ചിയിലിട്ടു. ചിടിയാനെ രൂരുക്കോ ഗാന സിഖാദിയ. ചിടിയ എന്ത് ചെയ്തു? രൂരുവിന് പാട്ട് പഠിപ്പിച്ചു. അടുത്ത് വരുന്നത് ബാദലിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ ബാദലിൻ്റെ കവിതയൊക്കെ പഠിച്ചു വയ്ക്കുക. അതിൽ നിന്ന് കവിത എഴുതാനൊക്കെ ചോദിക്കും കേട്ടോ. കാലേ കാലേ പാനി വാലെ, ആസമാനുമേ ബാദൽ ആയെ, ബോലോ കൈസേ ആഖർ ഛായെ, ഹവാ പകഡ്കർ ലാത്തി സർക്കർ, ഛായെ ജൈസെ കാലേ കമ്പൽ, കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ, പേടോൻ ജൈസെ ലഗത്തെ ജൈസെ ചലത്തെ ഘോടെ, ബൻ ജാത്തെ ഹാത്തി കെ ജോഡെ. അല്ലേ? അപ്പം മേഘങ്ങളിൽ കാണുന്ന ചിത്രങ്ങൾ ആരെപ്പോലെ ഇരിക്കുന്നു? പേട്, ഹാത്തി, ഘോഡ, അവരെയൊക്കെ പോലെ തോന്നിയിൽ കവിക്കും. അപ്പോൾ ആ മേഘങ്ങളിൽ എന്തൊക്കെയാണ് കണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. പിന്നെ വരുന്നത് കുറച്ച് കോളം കൊടുത്തിട്ടുണ്ട്. കോളവുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളൊക്കെ ചോദിക്കും. അപ്പോൾ വാക്കുകളൊക്കെ പഠിക്കണം. ഇവിടെ ഖാസ് ഉണ്ട്. പിന്നെ എന്തൊക്കെ എഴുതാം? ചട്ടായി, ബാസാർ, അല്ല അത് അടുത്തല്ല, അതിലല്ല, തെറ്റിപ്പോയി. 42ാമത്തെ പേജിൽ ആയെ ഛായ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെടുത്തോട്ട്, ആ പേജ് കാണാമല്ലോ. അതടുത്ത് വായിക്കാം. പിന്നെ വരുന്നത് ബൂട്ടി അമ്മയുടെ സിംഗടി മച്ചലി സൂക്കി ക്യൂ നെഹീത്തി, അല്ലേ? ആ മീൻ ഉണങ്ങാത്തതിൻ്റെ കഥയുണ്ടല്ലോ. ഉണക്കമീൻ വെച്ചിട്ട് ഉണങ്ങാത്തതിൻ്റെ കാരണം. അപ്പോൾ നേരത്തെ വായിച്ചത് 59ാമത്തെ പേജിലുള്ളതാണ്. ഖാസ്, ചട്ടായി, ബാസാർ, ബൂട്ടി, മച്ചലി, മച്ചുവാരിൻ, ചീണ്ടി,
സിംഗടി, സമുദ്ര, ഔരത്, ബീബി, മച്ചുവാര. അപ്പോൾ അതൊക്കെ വായിച്ചു വയ്ക്കുക. പിന്നെ 58ാമത്തെ പേജിൽ മച്ചുവാര ആ രഹാഹെ, മച്ചുവാര വന്നുകൊണ്ടിരിക്കുന്നു. മച്ചുവാര ആ രഹാത്ത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹേ ഇപ്പോൾ ഉണ്ട്, താ ഉണ്ടായിരുന്നു. മച്ചുവാരിൻ ആ രഹി ഹേ, മച്ചുവാരിൻ ആ രഹീത്തി. അവിടെ ആദ്യത്തെ മച്ചുവാര ആണ്, രണ്ടാമത് വരുന്നത് പെണ്ണുമാണ്. അപ്പം മുക്കുവന് മുക്കുവെത്തി. ബച്ചട ഖാ രഹാഹെ, ബച്ചട ഖാ രഹാത്ത. കന്നുകുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബൂട്ടി അമ്മ ബൈഠ് രഹി ഹെ, ബൂട്ടി അമ്മ ഇരുന്നുകൊണ്ടിരിക്കുന്നു. ബൂട്ടി അമ്മ ഇരിക്കുകയായിരുന്നു. ബൂട്ടി അമ്മ ബൈഠ് രഹി തി. ചീണ്ടി ചൽ രഹി ഹെ, ചീണ്ടി ചൽ രഹി തി. ഉറുമ്പ് നടക്കുന്നു, ഉറുമ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൗവ പാഗ് രഹാ ഹെ, കാക്ക ഓടുന്നു, കാക്ക ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നേരത്തെ വായിച്ച രൂരുവിൻ്റെ സംഭാഷണം ചോദിക്കാം. ചിടിയ, രൂരു പറയാണ് രുക്കോ രുക്കോ. അപ്പോൾ ചിടിയ പറയാണ് അബ് സമയം നഹി ഭായ്, സഹോദര ഇപ്പോൾ ടൈമില്ല. അപ്പോൾ രൂരു പറയാണ് ക്യൂ, അതെന്താ? ചിടിയ പറയാണ് ഏക്ക് ബൂരി ബാത്ത് ഹുയി, ഒരു മോശപ്പെട്ട കാര്യം നടന്നു. അപ്പോൾ രൂരു ചോദിക്കുകയാണ് കോൺസി ബാത്ത്, എന്താ കാര്യം? അപ്പോൾ ചിടിയ പറയാണ് രാത്രിക്കെ തൂഫാൻമേ മേരാ ഘോൺസല ഗിര, രാത്രിയിലെ കൊടുങ്കാറ്റിൽ എൻ്റെ വീട് പൊളിഞ്ഞുപോയി. ഫിർ എന്നിട്ട് പത്താ നഹി മേരെ ബച്ചേക്കോ ക്യാ ഹുവ, അറിയില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു. രൂരു പറയാണ് ജൽദി ഉടോ മേബി ഔ, വേഗം ആവട്ടെ ഞാനും വരാം. അപ്പോൾ ഒരിക്കലും വായിക്കാം. രൂരു പറയണു രുക്കോ രുക്കോ, നിൽക്കൂ. അപ്പോൾ ചിടിയ പറയാണ് അബ് സമയ നഹി ഭായ്, സഹോദര ഇപ്പോൾ എനിക്ക് സമയമില്ല. അപ്പോൾ ക്യാ നഹി ഹേ, അബ് സമയ നഹി ഹേ. രൂരു പറയണു ക്യൂ, അതെന്താ? ചിടിയ ഏക്ക് ബൂരി ബാത്ത് ഹുയി, ഒരു മോശപ്പെട്ട കാര്യം നടന്നു. രൂരു കോൺസി ബാത്ത്, എന്താ കാര്യം? അപ്പോൾ ചിടിയ പറയാണ് രാത്രിക്കെ തൂഫാൻ മേം മേരാ ഘോൺസല ഗിര, രാത്രിയിലെ കൊടുങ്കാറ്റിൽ എൻ്റെ വീട് പൊട്ടിപ്പോയി. ഫിർ എന്നിട്ട് പത്താ നഹി, അറിയില്ല. മേരെ ബച്ചേക്കോ ക്യാ ഹുവ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു. ജൽദി ഉഠോ മേബി ആവൂ, വേഗം എണീക്കൂ ഞാനും വരാം. ഹാ ശരി. അപ്പോൾ അത് ചോദിക്കാം. പിന്നെ വരുന്നത് പോസ്റ്ററാണ്. ജൂലൈ 30 അന്തർരാഷ്ട്രീയ മിത്രതാ ദിവസ, സൗഹൃദ ദിനം. മിത്ര കാ ദുഃഖ് ഹമാരാ ദുഃഖ്, സുഹൃത്തിൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖം. അപ്പോൾ നല്ല സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കണം? സുഖത്തിലും ദുഃഖത്തിലും സുഹൃത്തുക്കളുടെ കൂടെ ഉണ്ടാവണം. മിത്രയ്ക്ക് ഖുഷി ഹമാരി ഖുഷി, സുഹൃത്തിൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷം. ഓക്കെ, അന്താരാഷ്ട്രീയ സൗഹൃദ ദിനം. ഇപ്പോൾ നേരത്തെ വായിച്ച മച്ചുവാര ആ രഹാഹെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ നേരത്തെ കുറച്ച് വിട്ടു എന്ന് പറഞ്ഞല്ലോ. ആയേ ഛായേ, കമ്പൽ ബാദൽ, ഘോടെ ജോടെ, പായി ആയി, ചംകായി ദിഖായി, നയ്യ ഗയ്യ, കളകൾ ചൽ ചൽ. പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ബാദൽ കവിത കിസ്നെ ലിഖി, ആരുടെ കവിതയാണ്? ബാദൽ, ശ്രീ പ്രസാദിൻ്റെത്. ആസ്മാൻമേ കൈസേ ബാദലായ, ആകാശത്ത് എങ്ങനത്തെ മേഘമാണ് വന്നത്? കാലേ കാലേ, കറുകറുത്ത. കാലേ ബാദൽ കൈസേ ലഗ്തേ ഹെ, കറുത്ത മേഘങ്ങൾ എങ്ങനെയാണ്? കാലേ കമ്പൽ ജൈസേ, കറുത്ത കമ്പിളി പോലെ. കോൺ കോൺസേ ജാൻവർ ജൈസേ ബാദൽ ദിഖ്തേ ഹെ, ആ മേഘത്ത് ഏതൊക്കെ മൃഗങ്ങളെയാണ് കാണപ്പെട്ടത്? പേട്, ഘോട, ഹാത്തി. അപ്പോൾ പരീക്ഷയ്ക്ക് പക്ഷികളുടെ പേരുകളും മൃഗങ്ങളുടെ പേരുകളൊക്കെ പഠിച്ചു വയ്ക്കുക. 5 എണ്ണം വീതം ചോദിക്കാം. പേട് ചെമ്മരിയാട്, ഘോട കുതിര, ഹാത്തി ആന. बादल से बारिश कैसे बनती है? नन्हे जलकण ख्वाब बनकर ऊपर उड़ने के कारण ठंड होकर बादल बनता है, फिर उस प्रकार बरसात होता है. അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സാമിന് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായി എക്സാം എഴുതാൻ പറ്റട്ടെ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നാളെ എക്സാമാണ്. നിങ്ങൾ എഴുതുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ എഴുതുക. അപ്പോൾ എക്സാമിന് കൂടുതലും വരുന്നത് പ്രൊഫൈല്, വാർത്താലാബ്, ചിലപ്പോൾ ഡയറി ചോദിക്കാം. പിന്നെ പക്ഷിയുടെ മൃഗങ്ങളുടെ പേര്, കവിത, ക്രമബദ്ധം എഴുതാനുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എക്സാം വരുന്നത്. പോസ്റ്റർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പരീക്ഷ കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പരീക്ഷ എളുപ്പമായെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.